തിങ്കളാഴ്ച വൈകുന്നേരം കൊമ്പൻപാറയിലെ അരുവിയിൽ കുളിക്കാൻ പോയപ്പോഴായിരുന്നു സോഫിയയ്ക്ക് നേരെ കാട്ടാനാക്രമണമുണ്ടായത്. അമ്മ പോയി ഏറെ സമയം കഴിഞ്ഞിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മകൻ നടത്തിയ അന്വേഷണത്തിലാണ് പരുക്കുകളോടെ മൃതദേഹം കണ്ടത്. സമീപ മേഖലയിൽ നിന്ന് ആനയുടെ ചിഹ്നം വിളിയും കേട്ടു. തുടർന്ന് വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് വനം പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പ്രതിഷേധവുമായെത്തി. കളക്ടർ സംഭവസ്ഥലത്തെത്തി തുടർച്ചയായ കാട്ടാനാക്രമണത്തിന് പരിഹാരം നിർദ്ദേശിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ശേഷം സ്ഥലത്തെത്തിയ ഇടുക്കി ജില്ലാ കളക്ടർ സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകി. മകൾക്ക് ജോലി ലഭ്യമാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും അറിയിച്ചു. കാട്ടാനശല്യം രൂക്ഷമായ മേഖലയിലെ 3 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കും. മേഖലയിൽ സോളാർ ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കും. അതേസമയം ഏതാനും നാളുകൾക്ക് മുൻപ് മേഖലയിലെ വന്യമൃഗശല്യം സോഫിയയും കുടുംബവും ഉദ്യോഗസ്ഥരോട് വിവരിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. അവര് പറഞ്ഞിട്ടുണ്ട് സന്ധ്യ ആവുന്ന മുമ്പ് എവിടെ ഓട്ടത്തിന് വിളിച്ചോണോ അല്ല അത് കഴിഞ്ഞിട്ട് അവർക്ക് ജീവനെ പേടിയില്ല. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി മേഖലയായ ഇവിടെ ഏതാനും വർഷങ്ങളായി കാട്ടാനശല്യം രൂക്ഷമാണ്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.